നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7. 2023 ഇതേ ദിവസമാണ് സംഗീത നിശ ആസ്വദിച്ചിരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ ഭീരുക്കൾ റോക്കറ്റ് വർഷിച്ചത്. 1200 മുകളിൽ ആളുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ദിവസം. നിരവധി പേർ ബന്ദികളാക്കപ്പെട്ടു. സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു. ആ കൂട്ടക്കൊല ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇന്ന് മനുഷ്യത്വം പറയുന്നവർ അന്ന് അയൺ ഡോം പരാജയപ്പെട്ടതിന്റെ ആഘോഷത്തിലായിരുന്നു. അന്ന് നിർദ്ദയം കൊല ചെയ്യപ്പെട്ട കുരുന്നുകൾക്കും പേരുകളുണ്ടായിരുന്നു. ഏത് ദേശീയ പ്രസ്ഥാനത്തിലാണ് സ്വജനതയെ കവചമാക്കിയിട്ടുള്ള ഭീരുത്വം കണ്ടിട്ടുള്ളത്? ഏത് സ്വാതന്ത്ര്യ പോരാട്ടത്തിലാണ് ബലാത്സംഗം ഒരു സമരമുറയാക്കുന്നത്? ഏതായാലും 2 വർഷം പിന്നിടുമ്പോൾ കിഴക്കൻ മെഡിറ്ററേനിയനിൽ സമാധാനം പുലരട്ടെ. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സ്ത്രീകളും കുഞ്ഞുങ്ങളാണ് ഇരുഭാഗത്തു നിന്നും മരണപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പൊലിഞ്ഞു പോയിട്ടുള്ള എല്ലാ നിരപരാധികൾക്കും ആദരാഞ്ജലികൾ നേരുകയാണ്. ഇപ്പോഴും 2 വർഷം പിന്നിടുന്ന ഈ ഒരു വേളയിലും പശ്ചിമേഷ്യയിൽ സമാധാനം വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖ് റിസോർട്ടിൽ ആരംഭിച്ച സമാധാന ചർച്ചയിൽ ഏറെ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ലോകം. വിശപ്പ് കാർന്നു തിന്ന കുഞ്ഞുങ്ങൾ, മൃതദേഹങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും വേർതിരിച്ചറിയാനാവാതെ കുന്നുകൂടി കിടക്കുന്ന നഗരങ്ങൾ, ഇസ്രായേൽ ആക്രമണവും മരണവും കാത്ത് നാളെണ്ണി കഴിയുന്ന കുറേയേറെ മനുഷ്യർ. ലോകത്തിന്റെ ഉള്ളുപൊള്ളിക്കുന്ന ഗാസയുടെ ചിത്രമാണിത്. മാനവരാശി കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായ ഗാസ യുദ്ധത്തിന് 2 ആണ്ട് തികയുകയാണ് ഇന്ന് ഒക്ടോബർ 7. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തോടെയാണ് ഗാസ യുദ്ധം ആരംഭിക്കുന്നത്. ഹമാസും മറ്റു പലസ്തീൻ സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിലെ തെക്കൻ മേഖലകളിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തി. അന്ന് അവിടെ 1200-ലധികം ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. 250-ലധികം പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി. ഇതിന് മറുപടിയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച സൈനിക നടപടികളാണ് കഴിഞ്ഞ 2 വർഷമായി തുടരുന്നത്. കനത്ത വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യം കരമാർഗം ഗാസ മുനമ്പിലേക്ക് പ്രവേശിച്ചു. ഗാസയുടെ വടക്കൻ മേഖല, പ്രത്യേകിച്ച് ഗാസ സിറ്റി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി. വർഷങ്ങളായി തുടരുന്ന യുദ്ധത്തിന്റെ ഫലമായി രോഗങ്ങൾ, പട്ടിണി, കുടിവെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും അഭാവം എന്നിവ കാരണം ഗാസ ഭീകരമായ മാനുഷിക ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പാലസ്തീൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും വടക്ക് നിന്ന് തെക്കൻ ഗാസയിലെ റാഫയിലേക്ക് പലായനം ചെയ്തു. ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അംഗഭംഗം സംഭവിച്ച പ്രദേശമായി ഗാസ മാറി. ഖത്തർ, ഈജിപ്ത്, US എന്നിവയുടെ മധ്യസ്ഥതയിൽ നിരവധി വെടിനിർത്തൽ ചർച്ചകളാണ് ഈ 2 വർഷത്തിനുള്ളിൽ നടന്നത്. ബന്ദി കൈമാറ്റങ്ങൾ ഒഴികെ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ ഈ ചർച്ചയ്ക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. ഇസ്രായേലും ഹമാസും തമ്മിലെ ചർച്ചയും തുടങ്ങിയിരിക്കുകയാണ്. പ്രതീക്ഷയുള്ള കൂടിക്കാഴ്ചയാണ് ഇതെന്നാണ് ഈജിപ്ഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ചർച്ചയിൽ ആദ്യഘട്ട ചർച്ച അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും കൂടിക്കാഴ്ച തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഒരൊറ്റ ചർച്ചയിൽ ഒരു മുഴുവനായിട്ടുള്ള ഒരു പരിഹാരം വന്നിട്ടില്ല. ഇനിയും ചർച്ചകൾ നടത്തണം, അത് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ച. ബന്ദികളുടെ മോചനവും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുക. ഹമാസ് പ്രതിനിധി സംഘം ഇന്നലെ രാവിലെയും ഇസ്രായേൽ സംഘം വൈകിട്ടും എത്തി. ബന്ദിമോചനം ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ പ്രതിനിധി സംഘത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് ഓഫിർ ഫോക്ക്, ബന്ദികളുടെ ചുമതലയുള്ള ഗാൽ ഹിർഷ് എന്നിവരും ചാരസംഘടനകളായ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും ഉദ്യോഗസ്ഥരുമുണ്ട്. ഇസ്രായേലിന്റെ ടീമിനെ നയിക്കുന്ന സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ ഈ ആഴ്ച അവസാനമേ ഈജിപ്തിലെത്തൂ. ഹമാസ് മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘം എത്തിയിട്ടുള്ളത്. ആദ്യഘട്ട ചർച്ചകൾ ഒരു നല്ല അന്തരീക്ഷത്തിൽ അവസാനിച്ചുവെന്നും ഇന്ന്, അതായത് ഒക്ടോബർ 7 ചൊവ്വാഴ്ച ആ ചർച്ച തുടരുമെന്നാണ് ഈജിപ്ഷ്യൻ സ്റ്റേറ്റ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ഖത്തറിനെതിരായ ആക്രമണത്തിൽ അന്ന് ഇസ്രായേൽ വധിക്കാൻ പദ്ധതിയിട്ടിരുന്ന ഹമാസിന്റെ പ്രധാന നേതാക്കൾ തന്നെയാണ് ഇന്നലെ ചർച്ചയ്ക്കായി കനത്ത സുരക്ഷയിൽ മധ്യസ്ഥർ വഴി ഇസ്രായേലിനോട് സംസാരിച്ചത്. പ്രധാനമായും തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും പ്രതിനിധികൾ ചർച്ച തുടർന്നു. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈജിപ്ഷ്യൻ, ഖത്തർ മധ്യസ്ഥർ ഇരുപക്ഷവുമായി ചേർന്ന് ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്.
ഇവിടെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഒരു സമാധാന കരാർ സാധ്യമാണെന്ന് തനിക്ക് ഏറെ ഉറപ്പുണ്ടെന്നാണ് മിസ്റ്റർ ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് അതേസമയം തന്നെ പ്രതികരിച്ചത്. കഴിഞ്ഞ മാസം ദോഹയിൽ പലസ്തീൻ ഇസ്ലാമിക പ്രസ്ഥാന നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹമാസിന്റെ മുഖ്യ ചർച്ചക്കാരൻ ഖലീൽ അൽ ഹയ്യ ചർച്ചകൾക്ക് മുന്നോടിയായി ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതായും ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. യുദ്ധത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന്റെ 2ാം വാർഷികത്തിന്റെ തലേന്ന് ആരംഭിച്ച ഈ ചർച്ചകൾ നിരവധി ദിവസങ്ങൾ നീണ്ടു നിന്നേക്കാമെന്നാണ് ഹമാസിന്റെ നേതൃത്വത്തോടടുത്ത ഒരു പലസ്തീൻ മാധ്യമം വഴി റിപ്പോർട്ട് ചെയ്തത്. ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത യുദ്ധം 2 വർഷം പിന്നിടുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ ചർച്ചകൾക്കായി ഈജിപ്തിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേലി സൈന്യം ആക്രമണം തുടരുന്നത്. തിങ്കളാഴ്ച വിവിധയിടങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഖത്തറിൽ കഴിഞ്ഞ സമാധാന സംഭാഷണത്തിനിടെ ഇസ്രായേൽ വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഖലീൽ അൽ ഹയ്യാണ് ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. 2023 ഒക്ടോബർ 7 മുതൽ തുടരുന്ന കടന്നാക്രമണത്തിൽ ഗാസയിൽ 67,160 പേർ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. 1,69,679 പേർക്ക് പരിക്കേറ്റു. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയതോടെ ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി. ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കാത്തതിനെ തുടർന്ന് ഇസ്രായേൽ റാഫയിലും കരയാക്രമണം ആരംഭിച്ചു. ഇവിടെ അഭയം തേടിയിരുന്ന ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. ആദ്യ ദിവസങ്ങളിൽ ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ ലക്ഷ്യമിട്ടുള്ള കനത്ത വ്യോമാക്രമണം നടത്തി. ഇത് ഗാസയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുകയും വൻതോതിൽ പലസ്തീനുകളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. ഒക്ടോബർ അവസാനത്തോടെ ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിന്റെ വടക്കൻ മേഖലയിലേക്ക് കരമാർഗം പ്രവേശിച്ചു. ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ നശിപ്പിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ഖത്തർ, ഈജിപ്ത്, US എന്നിവയുടെ മധ്യസ്ഥതയിൽ ഒരാഴ്ച നീണ്ട താൽക്കാലിക വെടിനിർത്തലും അതിനിടയിലുണ്ടായി. ഇതിൽ ഹമാസ് ചില ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുകയും പകരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. വെടിനിർത്തലിന് ശേഷം യുദ്ധം പുനരാരംഭിക്കുകയും ഇസ്രായേൽ സൈന്യം ഖാൻ പോലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഗാസയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും അഭയം തേടി റാഫയിലേക്ക് പലായനം ചെയ്തതോടെ അവിടെ ജനസാന്ദ്രത അനിയന്ത്രിതമായി വർദ്ധിച്ചു. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും മരുന്നുകളുടെയും കടുത്ത ക്ഷാമം കാരണം ഗാസയിൽ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മരണനിരക്ക് വർദ്ധിച്ചതോടെ ഇസ്രായേലിന്മേൽ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ സമ്മർദ്ദം ഉയർന്നു. ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലും ഇസ്രായേലിനെതിരെ കേസുകൾ വന്നു. അന്താരാഷ്ട്ര മുന്നറിയിപ്പുകൾ അവഗണിച്ച് 2024 മെയ് മാസത്തിൽ ഇസ്രായേൽ സൈന്യം റാഫ ക്രോസിംഗിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും റാഫയിൽ ആക്രമണം തുടങ്ങുകയും ചെയ്തു. ഇത് മാനുഷിക സഹായം തടസ്സപ്പെടുത്തുകയും കൂടുതൽ കൂട്ടപലായനത്തിന് കാരണമാവുകയും ചെയ്തു. 2 വർഷം പിന്നിടുമ്പോൾ ഗാസ മുനമ്പിന്റെ 75% പ്രദേശവും തകർന്നു. 10,000-കണക്കിന് പാലസ്തീനുകൾ കൊല്ലപ്പെടുകയും 1.5 ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനായി മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ 20 ദിന സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണം, ഗാസയുടെ പുനർവികസനം നടത്തുക, സമാധാനപരമായ ഭാവിക്ക് ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകുക, അവർക്ക് ഗാസ വിട്ടുപോകാൻ സൗകര്യമൊരുക്കും, സഹായ വിതരണവും സുരക്ഷയും അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇവയാണ് ട്രംപ് മുന്നോട്ട് വെച്ച കരാറിന്റെ സംക്ഷിപ്തം. ട്രംപിന്റെ 20 ദിന പദ്ധതി ഗാസ യുദ്ധത്തിന് അടിയന്തരമായ ഒരു താൽക്കാലിക വിരാമം നൽകാനും ബന്ദികളുടെ മോചനം ഉറപ്പാക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഹമാസിനെ പൂർണ്ണമായി പുറത്താക്കുകയും പാലസ്തീൻ പ്രശ്നത്തിന്റെ രാഷ്ട്രീയപരമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യാനാകാത്ത പക്ഷം ഈ പദ്ധതിക്ക് ഗാസയ്ക്ക് ശാശ്വതമായ സമാധാനം നൽകാൻ കഴിയില്ല. മേഖലയിലെ സമാധാനം ഇരുപക്ഷത്തിന്റെയും വിട്ടുവീഴ്ച മനോഭാവത്തെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടലിനെയും ആശ്രയിച്ചിരിക്കും. ഗാസയുടെ യുദ്ധാനന്തര ഭരണം, പുനർനിർമ്മാണം, ശേഷിക്കുന്ന ബന്ദികളുടെ മോചനം തുടങ്ങിയ കാര്യങ്ങളിൽ ഇസ്രായേൽ സർക്കാരിനുള്ളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. നിലവിലെ സ്ഥിതി അനുസരിച്ച് സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരം കാണാതെ ഗാസയിൽ ശാശ്വത സമാധാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്.
2 വർഷം പിന്നിടുമ്പോൾ ഗാസ മുനമ്പിന്റെ ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നശിച്ചു. ആയിരക്കണക്കിന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഹമാസ് ഇപ്പോഴും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ബന്ദികളുടെ കൈമാറ്റവും ഗാസയുടെ യുദ്ധാനന്തര ഭാവിയും ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഏതായാലും യുദ്ധം അവസാനിക്കട്ടെ. ഒരു കാലത്തും ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അവിടെ ഒരുപാട് ജീവനുകളാണ്, നിരപരാധികളായിട്ടുള്ള ജീവനുകളാണ് അവിടെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ചർച്ചകൾക്ക് ഒരു പരിഹാരമായി യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.